വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യം പെൺകുട്ടികൾക്ക് ആദ്യത്തെ മെൻസസ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഒന്നാമതൊരു കാര്യം, മോളെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞു കൊടുത്ത് അത് ഏത് ഭാഗത്തു നിന്നാണ് ബ്ലഡ് വരുന്നതെന്ന് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിലൊന്നും യാതൊരു മടിയും ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ ഈ കുട്ടികൾ അതിൻ്റെ പേരിൽ ഡിപ്രസ്ഡായ പെൺകുട്ടികൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. റോങ് ഇൻഫർമേഷൻ കിട്ടിയ പെൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് കൂട്ടത്തിൽ പറയും, മോളെ ആദ്യത്തെ മെൻസസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്നോട് പറയണം. അന്നേരം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നേരത്തെ പറഞ്ഞു കൊടുക്കുകയും ഫസ്റ്റ് മെൻസസ് ഉണ്ടാകുന്ന സമയത്ത് കൂടെ നിന്ന് ശരിക്കും സപ്പോർട്ട് ചെയ്ത് മെൻ്റലി തകർന്നു പോകുന്ന പല ഫീലിങ്സിലൂടെയും പോകുന്നൊരവസ്ഥയാണെന്ന് അന്ന് ശരിക്കും കൂടെ നിന്ന് ഹാപ്പിയാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്ത് എല്ലാം എക്യുപ്ഡാക്കി മാറ്റി നിർത്തുക. ഈ വിഷയത്തിൽ ടീച്ചേഴ്സ്, ഇപ്പോൾ ഈ പറയപ്പെട്ട 8 വയസ്സിൻ്റെയും 15 വയസ്സിൻ്റെ ഇടയിലുള്ള പെൺകുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് അവർ നന്നായി ശ്രദ്ധിക്കണം. അവർക്കും ഈ പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് ചില ഘട്ടങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കാം, കൂട്ടത്തിൽ പറഞ്ഞു കൊടുക്കാം. മക്കളെ, നിങ്ങൾക്ക് ആദ്യമായിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്നുണ്ടാവും പകരം സ്കൂളിൽ നിന്നാണ് ഉണ്ടാവുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയണം, ഐ വിൽ ഹെൽപ്പ്. അത് ആ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ബ്ലഡ് വന്നു, ആകെ പ്രയാസമായി, പേടിച്ച് ടെൻഷനായി, ഗ്ലൂക്കോസ് ഡ്രിപ്സ് ഇടേണ്ട അവസ്ഥ വന്നു. അങ്ങനെ കേസുകളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അവിടെ ലേഡി ടീച്ചേഴ്സിനും ചില കാര്യങ്ങൾ നന്നായിട്ട് അവിടെ ചെയ്യാൻ സാധിക്കും. മെൻസസ് ഉണ്ടായാൽ ചെയ്യേണ്ട കാര്യങ്ങൾ, മെൻസസ് കിറ്റ് എന്താണ്, ആ മെൻസസ് കിറ്റ് പേഴ്സണലായിട്ട് തയ്യാറാക്കി വെക്കാൻ അവർ നമ്മൾ തയ്യാറാക്കണം. അതിനാവശ്യമായ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള തുണി, അതേപോലെ തന്നെ പാഡുകളാണെങ്കിൽ പാഡുകൾ, മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ, ഇതെല്ലാം ഒരു കിറ്റായിട്ട് ഏകദേശം ഇതിന് സമയമായി തോന്നുകയാണെങ്കിൽ, പുറത്തവർ പോവുകയാണെങ്കിൽ, സ്കൂളിൽ പോവുകയാണെങ്കിൽ പോലും ഇതൊരു കിറ്റായിട്ട് മറ്റാരും കാണാത്ത രീതിയിൽ അവർ ക്യാരി ചെയ്യുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് സ്കൂളിൽ നിന്നോ കോളേജ് മറ്റ് സംവിധാനങ്ങളിൽ പോകുമ്പോൾ ഇത് പെട്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കത് മാനേജ് ചെയ്യാൻ പ്രയാസമായിരിക്കും. തുടക്കത്തിൽ ഇതിൻ്റെ നിറം കുറവായിരിക്കും, ഒരുപക്ഷെ ബ്ലഡ് കുറവായിരിക്കും, ഇറഗുലർ ആയിരിക്കും. അതൊക്കെ 1, 2, 3 വർഷം കൊണ്ടാണ് സാധാരണ അത് ക്ലിയർ ആവാറുള്ളത് എന്നതൊക്കെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞു, ഈ സമയത്ത് ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് തുടങ്ങും. അതും ഏകദേശം ഒരു 1-2 വർഷങ്ങൾ കൊണ്ടാണ് അത്യാവശ്യം ഒരു ഷേപ്പ്ഡായ ഒരവസ്ഥയിലേക്ക് സാധാരണ അത് എത്തുക. അതൊക്കെ ക്വൈറ്റ് കോമൺ ആണ്, എല്ലാ പെൺകുട്ടികളിലും ഉണ്ടാവുന്നതാണ്. ഇനി മറ്റു ചില പെൺകുട്ടികളെ അപേക്ഷിച്ചിട്ട് ബ്രസ്റ്റിൻ്റെ സൈസ് കുറവാണ് എന്നതൊരു പ്രോബ്ലം അല്ല എന്നും നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്ലാൻഡും ഓവറിയും അണ്ടാശയവും അഡ്രിനൽസും തൈറോയിഡും എല്ലാം ചേർന്നുകൊണ്ട് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ജൈവികമായ പ്രവർത്തനമാണ് ഇത്. അത് വന്നാൽ ഇങ്ങനെയൊക്കെയാണ് മകളെ നേരിടേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്താൽ ആ ഒരു സമയത്തുണ്ടാകുന്ന ഒരുപാട് കൺഫ്യൂഷൻസ്, പ്രയാസങ്ങൾ നമ്മുടെ പെൺകുട്ടികൾക്ക് ഒഴിവാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും.